കാറുകൾ സ്വയം ഓടുന്നൊരു ലോകം ചിന്തിച്ചു നോക്കൂ. ഇത് കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നില്ലേ? പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈവർലെസ് വെഹിക്കിൾസ് നമ്മുടെ യാത്രയുടെ രീതിയെ മാറ്റുകയാണ്. അവ സുരക്ഷയും കാര്യക്ഷമതയും സൗകര്യവും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നു നോക്കാം. ആദ്യമായി, ഈ വാഹനങ്ങൾ ചുറ്റുപാടുകളിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നു. അതിനായി ലൈഡാർ, റേഡാർ, ക്യാമറസ് എന്നിവ ഉപയോഗിക്കുന്നു. ഈ ഡാറ്റ ഉപയോഗിച്ച് ട്രാഫിക്, നടയാത്രക്കാർ, തടസ്സങ്ങൾ എന്നിവയെ വാഹനം തിരിച്ചറിയുന്നു. അടുത്തതായി, വാഹനത്തിന്റെ മസ്തിഷ്കമായ AI സോഫ്റ്റ്വെയർ ഈ വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നു. ലഭിക്കുന്ന ഡാറ്റയെ അടിസ്ഥാനമാക്കി ഇത് തത്സമയം തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് മനുഷ്യ ഡ്രൈവറെ പോലെ സുരക്ഷിതമായി വാഹനമോടിക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ ഘട്ടം കമ്മ്യൂണിക്കേഷനാണ്. ഡ്രൈവർലെസ് വെഹിക്കിൾസ് മറ്റ് വാഹനങ്ങളുമായി, റോഡ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെടുന്നു. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കുകയും ട്രാഫിക് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു തിരക്കേറിയ റോഡ് ചിന്തിക്കൂ. ഒരു ഡ്രൈവർലെസ് കാർ ട്രാഫിക്കിലൂടെ സഞ്ചരിക്കുന്നു. മുന്നിലൊരു നടയാത്രക്കാരൻ റോഡ് കടക്കുന്നത് അത് തിരിച്ചറിയുന്നു. കാർ ഉടൻ വേഗം കുറച്ച് സ്മൂത്തായി നിർത്തുന്നു. അങ്ങനെ അപകടം ഒഴിവാക്കുന്നു. ഇത് അതിന്റെ സുരക്ഷാ സവിശേഷതകളെ കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡ്രൈവർലെസ് വെഹിക്കിൾസ് സെൻസേഴ്സ്, AI, കമ്മ്യൂണിക്കേഷൻ എന്നിവ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അവ സുരക്ഷിതവും കാര്യക്ഷമവുമായ ഡ്രൈവിംഗ് സാധ്യമാക്കുന്നു. സാങ്കേതികവിദ്യ മുന്നേറുന്നതിനൊപ്പം ഇത്തരം വാഹനങ്ങൾ റോഡുകളിൽ കൂടുതൽ കാണാൻ നമുക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. ഡ്രൈവർലെസ് വെഹിക്കിൾസ് കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഗതാഗതത്തിന്റെ ഭാവി ഇതിനകം എത്തിയിരിക്കുന്നു.